ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് കൊഴിപ്പിക്കും. കൊച്ചിയിറക്കനത് ചിരിക്കുന്നുണ്ട്. അവൻ വിചാരിക്കുവാണ് ഞാൻ വലുതാവുമ്പോ ഏതാവും. പി അബൂക്കർ കാശ്മീർ കുടുംബ ക്ലാസ്സിലിരുന്ന് ക്ലാസ് എടുക്കുക. ഇവരുടെയൊക്കെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞ് ചിരിക്കുന്നത് കഴപ്പണം കെട്ടവന്റെ ക്ലാസ്സിൽ വന്നിരുന്ന വീട്ടിലിരുന്നെങ്കിൽ ഗെയിമെങ്കിലും കളിക്കാൻ, അതായിരിക്കും ആ കുഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാകുക. അപ്പോ ഉസ്താദിന്റെ സ്കലിക്കാത്ത ലിംഗത്തെ കുറിച്ചും വെളിച്ചെണ്ണ പ്രയോഗത്തെ കുറിച്ചും മലദ്വാർ ഗോൾഡിനെ കുറിച്ചും അവിടെ മുതലേ പഠനം തുടങ്ങുക. പിന്നെ എന്തിനും പുറമെ ഒരു കയ്യിൽ വെളിച്ചെണ്ണയും മറുകൈയിൽ കമ്പി പുസ്തകവും ഉദ്ധരിച്ച ലിംഗവുമായി ഇറങ്ങുന്ന ഉസ്താദുമാരെ തടയാൻ ഒരാൾക്കും പറ്റില്ല. കാരണം എന്തെന്നറിയോ? മേലെയുള്ള ഉസ്താദിന്റെ പിൻഗാമിയാണ് ഇയാള്. ആ ഉസ്താദാണ് ഇയാളെ പഠിപ്പിച്ചതേ. അതുക്ക് മേലെയുള്ള ഉസ്താദോ മിഡിലുള്ള ഉസ്താദിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ശീലിച്ചു മാറി വരുന്നതല്ലേ. അതുകൊണ്ട് ഇവർക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. എന്താ തോന്നിയാസം കാണിച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഈ തോന്നിയാസം തന്നെയല്ലേ ഞാനും കാണിച്ചത്. ഉസ്താദെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു അബ്ബാസ് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മദ്രസകളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തിക്കിടത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉസ്താദുമാരുടെ സുന വെട്ടിക്കളയാനുള്ള നിയമം നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റികൾ മുന്നോട്ട് വെക്കണം. എന്നിട്ട് പറഞ്ഞു, ഉസ്താദുമാർ ഇതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് നല്ല രൂപത്തിൽ ബോധവൽക്കരണം നടത്തി കൊടുക്കണം. ഒരു മദ്രസയിലെ ഉസ്താദ് കുട്ടികളോട് മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഉസ്താദെ നീലയുടെ ഇന്നലെ രാത്രി എന്നെ ഉപയോഗിച്ചെന്ന് പറയുമെന്ന് അബ്ബാസ് മൗലവി പറയാ. അബ്ബാസ് ഉസ്താദ് പറയുക, കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, ഇന്നലെ രാത്രി നമ്മൾ ഒരുമിച്ചായിരുന്നില്ലെന്ന് കുട്ടികൾ പറയുന്നു, കുട്ടികൾ പരിഹസിക്കുമെന്ന്. അപ്പൊ അവിടെ നടക്കുന്നത് മൊത്തം ഇതാണ് എന്ന് ഇന്ന് ലോകത്തിന് അറിയാം. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മൊത്തവും. അപ്പോ ഇങ്ങനത്തെ തെമ്മാടി കൂട്ടങ്ങളുടെ പഠനത്തെ നിരോധിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടാകുമോ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്തരം മദ്രസ അധ്യാപനങ്ങള് വിദ്യാഭ്യാസങ്ങള് നൽകാൻ വേണ്ടി ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത അതിന്റെ ചില കേന്ദ്രങ്ങൾ രൂപീകരിക്കും. ഇത് മലദ്വാർ, ഇത് ഉമ്മറം ഗോൾഡ്, മറ്റിടത്ത് വെടിവെക്കുക, ഇവിടത്തെ വെടിപ്പുര, വേശ്യാലയം, സ്വർഗത്തിലെ ഹൂറിപ്പെണ്ണുങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ഇവർ പഠിപ്പിക്കത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മലപ്പുറത്ത് കരിപ്പൂര് എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് അത്രയും മലദ്വാർ ഗോൾഡുകൾ. എന്തുകൊണ്ടാണെന്ന് പറയണം നിങ്ങൾ. കരിപ്പൂര് എയർപോർട്ടിനടുത്ത് ഒരു അൽ ഹിലൂദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബിഗർ ആനസ് എന്ന സ്ഥാപനത്തില് അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മുത്ത് റസൂലിന്റെ അൽക്കമ്പി പുസ്തകം പഠിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയ മദ്രസ കുണ്ടന്മാരായ ഉസ്താദുമാർ അവിടെ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും എടുക്കുന്നുണ്ട് എന്നാ കണ്ടത്. ട്രോളാണോ എന്നറിയില്ല. മനുഷ്യ വിസർജം പുറന്തള്ളാനുള്ളതാണ് പിന്തുവാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ധനസമ്പാദനത്തിനുള്ള മാർഗമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. സ്വർണം ഹലാലാക്കി പിഴിഞ്ഞെടുക്കാനുള്ള മാർഗമായിരുന്നു അത് എന്ന് നമുക്കറിയില്ലായിരുന്നു. കേരളത്തെ ആ രൂപത്തിലും മലിനമാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ പവിത്രത മലദ്വാർ ഗോൾഡിൽ പിഴിഞ്ഞെടുക്കുന്ന ഹലാൽ സ്വർണത്തിൽ ഏതാണ്ട് തീർന്നു. കുടുംബസമേതമാണ് പലപ്പോഴും ദ്വാരങ്ങളിൽ കിലോ കണക്കിന് സ്വർണവും നിറച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു യൂസഫിന്റെ മലദ്വാരത്തിൽ ഏതാണ്ട് ഒരു 6ഓളം ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കയറ്റി വെച്ചേക്കാം. നമ്മള് യാത്രക്കൊക്കെ പോകുമ്പോൾ ചില ടീ ബാഗ് തരില്ലേ, ഒരു നൂലുണ്ടാകും, അതിന്റെ താഴെ തേയില, ആവശ്യമുള്ളവർക്ക് കടുപ്പം സ്ട്രോങ് ആക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർക്ക് പെട്ടെന്ന് ഇട്ടാൽ മാറ്റും. അങ്ങനെ യൂസഫിന്റെ മൂലത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ഈ ബിസ്ക്കറ്റ്. അപ്പം ഈ ഡോക്ടർ, യൂസഫ് അറിയോ, ഓക്കെ, കൂൾ കൂൾ കൂൾ, തീർന്നു, ഫിനിഷ് 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 എന്ന് പറഞ്ഞു 3 ഈ ടീ ബാഗ് എടുക്കുന്നത് പോലെ നൂലോട് കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക. 1, 2, 3. ഡോക്ടറാണെങ്കിൽ ഓരോ തവണയും ഗ്ലൗസ് മാറ്റുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്. കുപ്പിക്കണക്കിനാണ് ഇവര് ഡെറ്റോളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കൈ കഴുകുന്നു. അതിനകത്തുനിന്ന് വലിച്ചെടുക്കണ വൃത്തിയില്ല, ജോലിയായിപ്പോയി. 3 എടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇയാള്
അല്ലാ വിളിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തൊക്കെ ഒന്ന് തട്ടിയിട്ട് അടുത്തത് ഡോക്ടർ പറയുകയാണ്, ഈ കൂടി നിന്ന ഇവരുടെ ഡോക്ടേഴ്സിൻ്റെ ആൾക്കാരോട് പറയുക, ഡോക്ടേഴ്സിനോട് നഴ്സിനോട്, അതുപോലെ ഈ യൂസഫിൻ്റെ ആൾക്കാരുണ്ട്, ബാക്കി ആമാശയത്തോട് ഒട്ടിപ്പോയി സർജറി ചെയ്താലോ എടുക്കാൻ പറ്റുള്ളൂ. ആ വീഡിയോ ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ. ആമാശയത്തോട്. അപ്പം എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവരിതിനകത്തേക്ക് ഇടിച്ചു കയറ്റുന്നതെന്ന് നോക്കിയേ. ഇത് എടുക്കാനും ഇതേ പ്രയാസം. പണത്തിനു വേണ്ടി എന്തു മാർഗങ്ങളും സ്വീകരിക്കാൻ തയ്യാറായ ആളുകൾ. ആരെ കൂട്ടിക്കൊടുക്കണം, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദാണ്, അയാൾ ഉപയോഗിച്ചിട്ട് അയാളുടെ 12 വയസ്സായ മോളെ കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്കും കൂട്ടിക്കൊടുത്തു. മദ്രസകളിലൂടെ ഏത് രൂപത്തിലുള്ള വിജ്ഞാനങ്ങളാണ് പഠിക്കുന്നത്? ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണല്ലോ ഈ കുഞ്ഞുങ്ങളെ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇയാൾ പിന്നീട് വന്ന് സ്വർഗത്തെക്കുറിച്ച് ജനങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇയാളെ അവഗണനയോടെയല്ലേ നോക്കുക? അല്ല വേലാതി അല്ലേ? കേരളത്തില് 20,000-ത്തിലധികം മദ്രസകളുണ്ട്. മന്ത്രി KT ജലീല് നിയമസഭയില് പുതിയ ബില്ലിനായിട്ട് അവതരിപ്പിച്ച കണക്കുകൾ നമ്മൾ കേട്ടില്ലേ? 14 ജില്ലകളിലായിട്ട് ഭാഗിച്ചാല് അയാൾ പറഞ്ഞത് 21,683 മദ്രസകളാണ്. അപ്പോ 21,683 ഭാഗം 14 എത്ര? 1500 പരം വരുമായിരിക്കും. കണക്കിന് ഞാൻ വീക്കാണ് കേട്ടോ, എനിക്കറിയില്ല, നോക്കണം നിങ്ങൾ. അപ്പോ കേരളത്തിലെ ഒരു ജില്ലയില് ഏകദേശം 70ഓളം പഞ്ചായത്തുകൾ. ആലോചിക്കണം, 21,683 എത്ര വരുന്നത്? 21,683 ഭാഗം 14, 21,683 ഭാഗം 14 ഭാഗം, അത് ഇൻറ്റു ആണ്. ആയിരത്തി 549 മദ്രസകൾ കിട്ടും. 1549 മദ്രസകൾ, 70 പഞ്ചായത്ത് ഒരു ജില്ലയില്. ഓരോ പഞ്ചായത്തിലും 70 മദ്രസകൾ വീതം. കാപ്പാട് എത്ര ഉണ്ടെന്നറിയാം? പൊന്നാനിയിൽ എത്ര ഉണ്ടെന്നറിയാമോ? ഇതിന്റെ ഒരു 5 ഇരട്ടി വരും. വീടുകൾ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നതോ ഓതറൈസ്ഡ് അല്ലാതെ പഠിപ്പിക്കുന്നതോ ആലോചിച്ച് നോക്കിയാൽ മതി. ത്രിതല പഞ്ചായത്ത് വാർഡുകളിലെയൊക്കെ മദ്രസകൾ. അപ്പോൾ മദ്രസകൾ തെറ്റാണ് നല്ല പറയുന്നത്. ഈ മദ്രസകളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾ സമൂഹത്തിൽ ഏത് രൂപത്തിലാണ് ആയി മാറുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അതിലേറെ രസകരമുണ്ട്. 21,683 മദ്രസകളിലായി ഇവരുടെ കണക്ക് പ്രകാരം 2,04,683 അധ്യാപകരും. ഇങ്ങനെ ഏതു മതമുണ്ട് ഈ കേരളത്തില്, ഈ സ്വതന്ത്ര ഭാരതത്തില്? കേരളത്തിന്റെ ആരാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്? കേരളത്തില് ഇതില് 22,500 മദ്രസ അധ്യാപകർ ക്ഷേമനിധി ബോർഡിൽ ചേർന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 50,000 കടക്കുമെന്നാണ് മന്ത്രിയുടെ റിപ്പോർട്ട്. ഈ കേരളം ഭരിക്കുന്ന മന്ത്രിസഭ ഈ കാലയളവില് 2,04,683 മദ്രസാധ്യാപകരെയും ക്ഷേമനിധിയിൽ ചേർക്കും, സംശയമില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, KT ജലീൽ തന്നെ. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നാട്? ഇവിടൊന്നും തീരത്തില്ല. KT ജലീലിന്റെ ബില്ലിൽ ഒരുപാട് ഹിഡൻ അജണ്ടകൾ വേറെയുണ്ട്, പറയാത്തത് ഒരുപാടുണ്ട്, സെൻസർ ചെയ്ത വസ്തുതകൾ നമുക്കറിയാം. അതൊക്കെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മദ്രസാധ്യാപകർക്ക് നൽകിക്കോട്ടെ. പബ്ലിക്കിന്റെ നികുതി എടുത്ത് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം പറയാ, KT ജലീല്, കമ്മ്യൂണിസ്റ്റ് സർക്കാരെ മദ്രസാധ്യാപകർക്ക് നൽകുന്ന ശമ്പളം 6,000 ഉള്ളൂ.
നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറയുന്നുണ്ട്, മദ്രസ അധ്യാപകർക്ക് 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാൻ പോലും അവരുടെ ശമ്പളം തികയുന്നില്ല എന്നതുകൊണ്ട് 26,000 രൂപയെങ്കിലും ആക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം താറുമാറാകുമെന്ന്. ഈ മതേതര രാജ്യത്ത് എന്നെങ്കിലും ഇതിനൊരു ഇളവ് വരുമെന്ന് പറയാൻ പറ്റുമോ? ഇത് അവസാനിക്കുമെന്ന് നിങ്ങൾക്കോ എനിക്കോ പറയാൻ പറ്റുമോ? ഈ ജനാധിപത്യ രാജ്യത്തെ മതനിരപേക്ഷത എവിടെയോ പണയം വെക്കപ്പെട്ടു. അതാരുടെ കാൽ കീഴിലാണ് എന്ന് ഞാനും നിങ്ങളും ബോധ്യപ്പെടണം. ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം നമ്മുടെ നികുതിപ്പണം സർക്കാർ ഖജനാവിൽ നിന്നും എടുത്തിങ്ങനെ വാരി വിതറുമ്പോൾ ആ മദ്രസകളിലൂടെ ഇവരേത് രൂപത്തിലുള്ള വിജ്ഞാനമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ കാശിന് വേണ്ടി എന്തും ചെയ്യാമെന്നോ? പോയി ചത്തോളാനോ? ഒരു കാര്യം ചെയ്യും, നീ ആദ്യം ചത്ത് കാണിക്കേ. നിന്നെ കൊണ്ട് സമൂഹത്തിനോ കുടുംബത്തിനോ ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ നീ പോയി അങ്ങ് ചാവ്. കണക്ക് കൂട്ടാൻ അറിയാത്ത നീയാണോ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്? എടാ, എല്ലാവർക്കും അറിയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എല്ലാവർക്കും അറിയാമോ? അസ്സലാമു അലൈക്കും എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അബ്ദുറഹ്മാനെ എന്ന് പറഞ്ഞേ? നമുക്കറിയോ? എന്നെ ദീന് പഠിപ്പിക്കാൻ ചില നബീലുമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ശരി, ശാഖയിൽ ബോംബ് ഉണ്ടാക്കുന്നുണ്ടെന്നോ? അതിന് പകരമായിട്ട് നിങ്ങൾ മദ്രസയിലും ഉണ്ടാക്കി, ഈക്വൽ ആവുമല്ലോ. ക്രിയേറ്റീവ് വേൾഡ് ഉമ്മാക്ക് കൊടുക്കുമോനെ, ഉമ്മാക്ക് കൊടുക്ക്. എന്നാ പിന്നെ കുടുംബത്തിൽ തന്നെ നിൽക്കുമല്ലോ, അതിലൂടെ ഉണ്ടാവുന്നതും എല്ലാം. പുറത്തു പോകത്തില്ലല്ലോ. അതായത് പ്രതികരിച്ചാൽ ഈ നാടിനെ കൊള്ളയടിക്കുന്ന ഈ മതവിഭാഗങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പെടുന്ന പെടാപ്പാടിനെ കുറിച്ച് ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ മതേതരത്വം തകർന്നു പോകും. എല്ലാ രാജ്യത്തും ഇതിനൊക്കെ വ്യക്തമായ രൂപത്തിൽ ഒരു നിയമം വന്നിട്ടുണ്ടെന്നേ. ഇപ്പോ പാകിസ്ഥാനിൽ പോലും ഒരു ബോംബ് സ്ഫോടനം നടന്നാൽ ഉടനെ അത് ആരാണ് നടത്തിയത്, ഇത്ര വയസ്സുള്ള കുട്ടികളാണ്, ശരി, ആ കുട്ടി എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിച്ചത്, ആരാണ് പഠിപ്പിച്ചത്, എന്താണ് പഠിച്ചത്, അവൻ മദ്രസകളിലൂടെ, അതൊക്കെ ഇപ്പോൾ കൂലങ്കശമായി ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നോർത്ത് വെസ്റ്റ് പാകിസ്ഥാനില് പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയാണ് പാകിസ്ഥാൻ താലിബാൻ ആക്രമണം നടന്നത്. പാകിസ്ഥാനില് താലിബാനികളുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരുപാട് അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ ഒഴിവാക്കിയത്. അതിൽപ്പെട്ട ഒരു വിഭാഗം ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ താലിബാനികളുടെ വലിയൊരു ശക്തി കേന്ദ്രമാണ് സൗത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം. ആ ജില്ല, അവിടുത്തെ ജില്ലയായ ഖൈബർ പഷ്തൂൺക, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു മേഖലയാണത്. ആ മേഖലയില് ഒരു ഗേൾസ് സ്കൂളിലാണ് ബോംബാക്രമണം നടന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് സൗത്ത് വസീറിസ്ഥാൻ. ഈ മാസമാണ് പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണം. കാരണം പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല. പെൺകുട്ടികൾക്ക് സ്കൂൾ അധ്യാപനം നൽകുന്ന പാകിസ്ഥാന്റെ ഈ രീതിയെ ചെറുക്കാൻ അവിടെ വലിഞ്ഞു കയറി വന്ന താലിബാനികൾ ശ്രമിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദികള് പെൺകുട്ടികളുടെ സ്കൂളുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണ്ട, പെൺകുട്ടികൾ വീട്ടിലിരിക്കട്ടെ, പേറിയന്ത്രമാണ്, മദ്രസയിൽ പഠിക്കട്ടെ, ഖുർആനും ഹദീസും പഠിച്ചാൽ മതിയെന്ന്. ഈ താലിബാനികളാണല്ലോ അഫ്ഗാൻ ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ലോകത്തിന് മുഴുവനും ഭീഷണിയാണെന്നേ. പാകിസ്ഥാനിലെ ഒരു ഗോത്ര മേഖലയിലാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണി കാരണം സ്ത്രീ വിദ്യാഭ്യാസം ഭീഷണി നേരിടുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് നമ്മുടെ ഇസ്ലാമിക മതപരമായ കാഴ്ചപ്പാട് നശിപ്പിക്കാൻ കാരണമാകുമെന്ന്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട, തൊഴിലിലൂടെ സാമ്പത്തിക സ്വയം പര്യാപ്തത വേണ്ട, അവർ പുറത്തിറങ്ങണ്ട, അവർ പേറിയന്ത്രമായിട്ട് വീട്ടിലിരുന്നാൽ മതി.
നമുക്ക് ഉദ്ധരിച്ച ലിംഗവുമായിട്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റേണ്ട ആ സമയത്ത് പെൺകുട്ടികൾ പഠിക്കാൻ പോയാലോ, സ്ത്രീകൾ ജോലിക്ക് പോയാൽ നമ്മൾ എന്തോ ചെയ്യും? പുരുഷന്മാരുടെ മേധാവിത്വം അവസാനിക്കുമെന്ന് തീവ്രവാദികൾ ഭയക്കുന്നു. മതപൗരോഹിത്യത്തിന്റെ ഈ സ്ത്രീ വിരുദ്ധതകൾ നിലനിർത്താൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടയുക എന്നത് മാത്രമാണ് ഈ തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്ന അജണ്ട. സ്ത്രീകൾക്ക് മതേതര വിദ്യാഭ്യാസം നൽകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. പാകിസ്ഥാനിലെ ഗോത്ര മേഖലയിലെ 2007-നും 2017-നും ഇടയിൽ 1100-ൽ പരം ഗേൾസ് സ്കൂളുകൾ പാകിസ്ഥാനി താലിബാനുകൾ ആക്രമിച്ചു, തകർത്തു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ താലിബാൻ വൽക്കരണം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിനും വലിയ ഭീഷണിയായി. മതമൗലികവാദത്തിന് കൈയടിക്കുന്ന സ്ത്രീകളോട്, മതമൗലികവാദം എന്നത് പുരുഷ മേധാവിത്വമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമങ്ങളിൽ സ്ത്രീകൾ രണ്ടാംകിട പൗരന്മാരാണ്, അവർ പേര് യന്ത്രങ്ങൾ മാത്രമാണ്. മതമൗലികവാദം ഏതു മതത്തിൽ നിന്ന് ഉയർന്നു വന്നതാണെങ്കിലും ശരി, അത് നമ്മൾ പ്രതിരോധിക്കേണ്ടുന്ന വസ്തുതയാണ്. മതമൗലികവാദത്തെ നമ്മൾക്ക് ഒരു കാരണവശാലും പിൻപറ്റാൻ പറ്റില്ല, പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ലിബറലുകളാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ മതേതരത്വം തകർന്നു പോകുമോ എന്നവർ ഭയപ്പെടുവാണ്. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ചിലർക്ക് ഭയം. പക്ഷേ നട്ടെല്ലുള്ള ചുണക്കുട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. അസമില് 1281 മദ്രസകളെ സ്കൂളുകളാക്കി മാറ്റി സംസ്ഥാന സർക്കാർ. അസമില് ഹേമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം പറഞ്ഞത്, കേരളത്തെ പോലെ ഈ മതമൗലികവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും ഒക്കെ അടിയറ വച്ച് വോട്ടുമതി, നമ്മൾ എങ്ങനെയും താണ് കേണ് കുനിഞ്ഞു നിന്നോളാം എന്നുള്ള നിലപാട് സ്വീകരിക്കാത്ത, ജനാധിപത്യപരമായി ഈ സംസ്ഥാനം നിലകൊള്ളണം എന്നാഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. കണ്ണു തുറന്നൊന്ന് നോക്കണം അതൊന്ന് കാണാൻ. അസമിലെ 31 ജില്ലകളിലായിട്ടുള്ള 1281 സർക്കാർ പ്രവിശ്യ മദ്രസകളെ സെക്കൻഡറി എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിലുള്ള ജനറൽ സ്കൂളുകളാക്കി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങ് മാറ്റി. ഇനി മുതൽ ഇത് മിഡിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ എന്നറിയപ്പെടും. സ്കൂളുകളാണ് വേണ്ടത്. 6-ാം നൂറ്റാണ്ടിലെ വലിച്ചെറിയപ്പെടേണ്ടുന്ന മതപുസ്തകങ്ങളല്ല ഇന്ന് പഠിക്കേണ്ടത്. ഗുഹയിൽ കുറെ ആളുകള്, പ്രവാചകന്റെ അനുചരന്മാര് കിടന്നുറങ്ങി, 300 വർഷം ഉറങ്ങി, എന്നിട്ട് ചാടി എഴുന്നേറ്റു. 300 വർഷം ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങിയിട്ട് ഉണർന്നില്ല. പിന്നീട് ചാടി എഴുന്നേറ്റ് കയ്യിലുള്ള പൈസയുമായിട്ട് കടയിൽ പോയപ്പോഴത്തേക്കിനാണ് അയ്യോ ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്ന് പോയ നാണയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ പൊട്ടക്കഥയൊക്കെ ഇന്ന് ആരും മനസ്സിലാക്കും? ഒരു യൂനിസ് എന്ന് പറഞ്ഞ പ്രവാചകൻ കടലിലേക്ക് എറിഞ്ഞു, കടലിലേക്ക് എടുത്ത് ചാടി, ഒരു മത്സ്യം വിഴുങ്ങി. ഈ മത്സ്യത്തെ പിന്നീട് പിടിച്ച് കൊണ്ടുവന്ന് വെട്ടുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. ഇതൊക്കെ ഇന്ന് വിശ്വസിക്കുമോ ആരെങ്കിലും? ഒരു മനുഷ്യൻ മരിച്ചു, എന്നിട്ട് അയാളെ ആരാണ് കൊന്നത് എന്നറിയണം. അയാളോട് അടിച്ചിട്ടേ ആരാണ് അടിച്ചത് എന്ന് ചോദിക്കുക. പശുക്കുട്ടിയുടെ വാലുകൊണ്ട് അയാൾ അടിച്ചിട്ട് ചോദിക്കുക, ആരാ നിന്നെ കൊന്നത്? അപ്പൊ അയാൾ എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഇന്നവനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെയും മരിച്ചു. DGP അലക്സാണ്ടർ ജേക്കബ് പോലും ആയിരിക്കും ചോദ്യം ചെയ്തത്, അല്ലേ? കാരണം ആത്മാവിനെയൊക്കെ വിളിച്ചു വരുത്തിയേ കുറ്റം തെളിയിക്കുന്ന ഒരു രീതി കക്ഷിക്കുണ്ട്. അപ്പോ ഇങ്ങനെ ഉള്ള 6-ാം നൂറ്റാണ്ടിലെ പഠന വിഷയങ്ങൾ ആധുനിക നൂറ്റാണ്ടിന്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ലോകവ്യാപകമായി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിലുള്ള ആളുകൾ ഓച്ചാനിച്ചു പോയി നിൽക്കുക ഈ മതപൗരോഹിത്യത്തിന് മുന്നിൽ. അസം വിദ്യാഭ്യാസ മന്ത്രി റനോജ് പെഗ്ഗു ആണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ മാറ്റം പ്രഖ്യാപിച്ചത്. പേരുകൾ മാറ്റിയ
1281 സ്കൂളുകളുടെ പട്ടികയും അസം വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. മദ്രസകൾ സർക്കാർ സ്കൂളുകളാകുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിൽ നടന്ന ഒരു റാലിയിൽ തന്റെ സർക്കാർ 600 മദ്രസകൾ അടച്ചുപൂട്ടിയെന്നും ഇസ്ലാമിക സ്ഥാപനങ്ങളെക്കാൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് സമൂഹത്തിന് ആവശ്യമെന്നും അതാണ് ഒരു നാടിന്റെ പുരോഗതിയെന്നും എല്ലാ മദ്രസകളിലുമുള്ള മതപഠനം നിർത്തി മതപഠനത്തിന്റെ ഒരു സിലബസ് സ്കൂളിലൂടെ പഠിപ്പിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാനാണ് വിശ്വ ശർമ്മ ശ്രമിക്കുന്നത്. 2021 ജനുവരിയിൽ 22, 23, 24 ഇത്രയും വർഷം കഴിഞ്ഞു. എന്നിട്ടും അസം സർക്കാർ പാസാക്കിയ ഒരു നിയമം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്രസകൾക്കും സ്റ്റേറ്റ് ബോർഡിന് കീഴിലുള്ള റെഗുലർ സ്കൂളുകളാക്കി മാറ്റുന്നതിന് വഴിയൊരുക്കി. ഒരു നിയമം ഉണ്ടാക്കുകയല്ല, അത് ഡിക്ലെയർ ചെയ്യുകയല്ല, പ്രാവർത്തികമാക്കാനും ആ സർക്കാർ മുന്നിലുണ്ടായിരുന്നു. റെഗുലർ സ്കൂളുകളാക്കി മാറ്റി. അസം മദ്രസ വിദ്യാഭ്യാസ നിയമം 1995 അസം മദ്രസ വിദ്യാഭ്യാസ ജീവനക്കാരുടെ സേവനങ്ങളുടെ പ്രൊവിൻഷ്യലൈസേഷൻ, മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുനഃസംഘടന എന്നാണ് അത് പറയുന്നത്. 2018 നിയമം ഇതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. എന്നിട്ട് നമുക്ക് വേണ്ടത് പൊതുവിദ്യാഭ്യാസമാണ്. കുട്ടികൾ പൊതുവിദ്യാഭ്യാസം പഠിക്കട്ടെ, അവർക്ക് വെളിവ് വെക്കട്ടെ, അവർക്ക് വിവരം വെക്കട്ടെ. ഇങ്ങനെ എല്ലാ സംസ്ഥാനവും തീരുമാനിച്ചാൽ ഒരു പരിധി വരെ കുഞ്ഞുങ്ങൾ പൊതുബോധം പഠിക്കും. അതുപോലെ ഓരോ സംസ്ഥാനവും രാജ്യത്തെ മദ്രസകൾ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്, ഇതൊക്കെ പ്രാവർത്തികമാക്കപ്പെടണം. വെറുതെ ഒരു പേപ്പറിനകത്ത് എഴുതി വായിക്കാനോ നമ്മളിതാ ഈ രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ വേണ്ടിയായിരിക്കരുത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരണം. മദ്രസ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, എന്താണ് അവരവിടെ പഠിപ്പിക്കുന്നത്? ഫ്രാൻസിനെ പോലെ അവരെന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കട്ടെ എന്ന്. എല്ലാ മദ്രസകൾക്കും അഫിലിയേഷൻ നിർബന്ധമാക്കണം. ആരാണ് പഠിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്, എത്ര പേര് പഠിക്കുന്നുണ്ട് ഒക്കെ മദ്രസ ബോർഡുകളിലോ അതല്ലെങ്കിൽ സംസ്ഥാന ബോർഡുകളിലോ ഒക്കെ അഫിലിയേഷൻ വേണം. കേന്ദ്ര സർക്കാരിന്റെ നീക്കം മദ്രസകളുടെ സ്വതന്ത്ര പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് എന്നൊരു ഭാഗത്ത് വിമർശനം ഉയരുമ്പോഴും കുട്ടികളുടെ മാനവ വിഭവശേഷി മാത്രമായിരിക്കണം സർക്കാരിന്റെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും കുട്ടികളെ പീഡിപ്പിക്കാൻ പറ്റാത്ത ഉസ്താദന്മാർ മുന്നോട്ട് വരും. ഞങ്ങളുടെ സ്വകാര്യതകൾ വീട്ടില്, ഞങ്ങളുടെ സ്വകാര്യതകളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്ന് പറയും, അത് വീട്ടില്. ഞങ്ങളുടെ മതത്തിൽ പൊതു നിയമം വേണ്ടെന്ന് പറയും, നിന്റെ വീട്ടിലോ മതിയത്. കുഞ്ഞുങ്ങളെ എടുത്തു വെച്ചിട്ട് ഇവരുണ്ടല്ലോ ഇത്തരം ക്രിയകളിൽ കാണിക്കുമ്പോൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നിട്ട് ആ മുയലിന്റെ കഴുത്തറുക്കുന്നു. കുഞ്ഞുങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്ത് വെച്ചോടാ, നിന്റെ കാലനാണടാ. ഞാനൊന്ന് 9 വയസ്സുകാരനായ ഒരു കുട്ടിക്കാലിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? ഈ 9കാരൻ നാളെ 22 വയസ്സുകാരനാകുമ്പോൾ ഒരു റാഷിദ് അബ്ദുള്ളയായി മാറില്ലേ? സംസ്ഥാന സർക്കാരുകൾ റിപ്പോർട്ട് ചെയ്യണം. എത്ര മദ്രസകൾ, എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ടുന്ന ഭാവി നടപടികൾ സ്വീകരിക്കണം. മദ്രസകളിൽ GPS സംവിധാനം വെക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ മദ്രസകളിൽ പഠിക്കുന്ന മുസ്ലിം കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? മദ്രസകളിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തണ്ടേ? കുട്ടികളുടെ മാനസിക നില തകരാറിലാകാതെ സൂക്ഷിക്കണ്ടേ? കുട്ടികൾക്ക് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പല ആളുകളും തെറി എഴുതാൻ പോലും മലയാളം എഴുതാൻ അറിയില്ല. കാരണം എന്താ? അവരന്ന് അറബിയ പഠിച്ചത്, മദ്രസയിലാണ് പോയി പഠിച്ചത്. കണക്കറിയില്ല, ഫിസിക്സ് അറിയില്ല, കെമിസ്ട്രി അറിയില്ല, ബയോളജി അറിയില്ല. ആ രൂപത്തിൽ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം നൽകാൻ കഴിയണം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളില് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്.
പക്ഷെ അവിടെയൊക്കെ സ്ഥാപിക്കേണ്ടത് സ്കൂളുകളാണ് എന്ന വലിയ ഒരു സത്യം. കുട്ടികൾക്ക് വേണ്ടത് പൊതുവിദ്യാഭ്യാസമാണ് എന്ന പൊതുവായിട്ടുള്ള ഒരു വലിയ സത്യം ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോ മതക്കാരോട് ചോദിച്ചിട്ട്, മതപുരോഹിതന്മാരോട് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. കാരണം അവരത് സമ്മതിക്കില്ല. ഞങ്ങൾക്ക് മതവിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതുക്കന്മാര് വരെ രംഗത്തിറങ്ങി ധർണ നടത്തും. അതാണ് നമ്മുടെ നാടിന്റെ മുൻ പാരമ്പര്യവും. എന്റെ ഭർത്താവിന് 4 കെട്ടാനുള്ള സൗകര്യം വേണം, എന്റെ ഭർത്താവിന് ഏത് നിമിഷവും എന്നെ ഒഴിവാക്കാനുള്ള തൊലാക്ക് നിയമപരമായി നിലനിർത്തണമെന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ രംഗത്തിറങ്ങിയ നാടാണിത്. എന്നിട്ട് തൊലാക്ക് ചൊല്ലി കഴിഞ്ഞാൽ അയ്യോ നെഞ്ചത്തിടിയും നിലവിളിയും. അതാണ് അസമൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. മദ്രസകളിൽ പീഡന വാർത്തകൾ, മദ്രസകളിൽ നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പൊട്ടിത്തെറിക്കാൻ പാകമായി മാറുകയും അവരിലൂടെ തീവ്രവാദം ലോകവ്യാപകമായി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ആവശ്യമുണ്ടെന്ന് ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. അതുകൊണ്ട് മദ്രസകളിലൂടെ പഠിച്ചാൽ അവർ ഡോക്ടർ ആകില്ല, കളക്ടർ ആകില്ല, എഞ്ചിനീയർ ആകില്ല. മദ്രസകളിലൂടെ മാത്രമുള്ള വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തിയാൽ പൊതുവിദ്യാഭ്യാസം അവർക്ക് എവിടെ നിന്ന് കിട്ടും? ഈ നാടിന്റെ സേവനത്തിന് അവരെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ബിശ്വ ശർമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ, അവരുടെ ഭാവി മെച്ചപ്പെടുത്താൻ, നാളെ ഈ രാജ്യത്തിന്റെ ഭാഗമായി അഭിമാനമായി അവരെ മാറ്റാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ ചെയ്യുമെന്ന്. അസമിലെ എല്ലാ മദ്രസകളും പൂട്ടാനാണ് മുഖ്യമന്ത്രി ബിശ്വ ശർമ്മ പറയുന്നത്. നിങ്ങൾക്ക് മതം പഠിപ്പിക്കണമെങ്കിൽ സ്കൂളുകളിലൂടെ ഒരു വിഷയമായിട്ട് പഠിപ്പിച്ചോ. എത്ര മദ്രസകൾ ഒട്ടനടി പൂട്ടുകയും ചെയ്തു. മദ്രസകൾക്ക് പകരം സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഇന്ത്യക്ക് മദ്രസകളല്ല ആവശ്യം. രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 3000-ഓളം മദ്രസകളുണ്ട് അസമില്. നമുക്ക് മദ്രസകളല്ല വേണ്ടത്. നമ്മുടെ കുട്ടികൾ പഠിച്ച് വളർന്ന് അവർ നല്ല റെപ്യൂട്ടഡ് സ്റ്റേജുകളിൽ വർക്ക് ചെയ്യട്ടെ. ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്നത് സംസ്കാരത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്ന് അവരാണ് സംസ്ഥാനത്ത് മദ്രസകൾ നിർമ്മിക്കുന്നത്. സർക്കാർ ഇതുവരെ പൂട്ടിയ മദ്രസകളും പൂട്ടാനുള്ള മദ്രസകളുടെയും ലിസ്റ്റും ബിശ്വ ശർമ്മ പുറത്തുവിട്ടു. ഈ നീക്കത്തിന് പിന്നിലെ ദുരുദ്ദേശമാണെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വന്നത് സ്വാഭാവികമാണ്. മുസ്ലിം കുട്ടികളുടെ വളർച്ചയ്ക്ക് എല്ലാ കാലവും തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിം പൗരോഹിത്യം തന്നെയാണ്. ഇത്തവണയും അവർ അത് തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ ചില അതിരുകൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം പൗരോഹിത്യം ഈ കേരളക്കരയിലും പറയുന്നത്. എന്താണ് അതിന്റെ അതിരെന്ന് അവര് പറഞ്ഞു തരും. നമുക്കറിയാൻ പറ്റില്ല എന്താണ് അതിരെന്ന്. അവര് പറയും അതിരുകളെ സംബന്ധിച്ച്. ഈ രാജ്യത്തെ വിഭജിക്കുന്ന, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തെ നമ്മൾ എതിർത്തേ മതിയാകും. ഇപ്പൊ പല രാജ്യങ്ങളിലും കുടിയേറിയ ആളുകൾ അവിടെ പോയി മദ്രസകൾ സ്ഥാപിച്ച്, വീടുകൾ സ്ഥാപിച്ച്, മസ്ജിദുകൾ സ്ഥാപിച്ച്, ഇസ്ലാമിക ആലയങ്ങൾ ഇഷ്ടംപോലെ സ്ഥാപിച്ച് അവിടെയൊക്കെ പോയിട്ട് ചെയ്ത് നമുക്കറിയാലോ. സൂചി കുത്താൻ പാവങ്ങൾ ഇടം കൊടുത്തു. അപ്പൊ അവരവിടെ ഒലക്ക കയറ്റി. ഫ്രാൻസില് പള്ളി വയ്ക്കാൻ സൗകര്യം കൊടുത്തപ്പോൾ റോഡിൽ ഇറങ്ങി നിസ്കരിച്ചു. ബാങ്ക് വിളിക്കാൻ പള്ളിക്കകത്ത് തന്നെ ഉച്ചഭാഷണം ഉപയോഗിക്കാനുള്ള സൗകര്യം കൊടുത്തപ്പോൾ പുറത്തിറങ്ങി നിന്ന് ബാങ്ക് വിളിച്ചു. നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസവുമായിട്ട് മുമ്പോട്ട് വെക്കോ എന്ന് പറഞ്ഞപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ വിളിച്ചു. ഫ്രാൻസിലെ അടിസ്ഥാന ജനതയുടെ മുമ്പിൽ ചെന്ന് പബ്ലിക്കായിട്ട് നിന്ന് ഫ്രാൻസിലെ രാഷ്ട്രീയ ഗാനം പാടിയ സമയത്ത് അവിടെ ചെന്ന് നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ബാങ്ക് വിളിക്കുക. ഇവരെ പുറത്താക്കാതെ പിന്നെ ഫ്രാൻസ് എന്തോ ചെയ്യണം? പലസ്തീനില് ഇത് തന്നെയാണ് സംഭവിച്ചത്. പലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികള്
ഇസ്രായേലിൽ നുഴഞ്ഞു കയറി. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു ഉറക്കെ. നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുകയും ബലാത്കാരം ചെയ്യുകയും ചെയ്തത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് ജൂതപ്പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നത്. ഇവിടെ മൃതദേഹങ്ങളിൽ തുപ്പുക, ചവിട്ടുക, മലമൂത്ര വിസർജനം നടത്തുക. ഒക്ടോബർ 7-ാം തീയതി എന്താണ് ഈ മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള അന്യമത വിരോധം എന്നതിന്റെ പര്യായമായിരുന്നു ഹമാസ് കാണിച്ചു കൂട്ടിയത്. മുംബൈയില് പാകിസ്ഥാന്റെ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്തത് എന്താ? അത് തന്നെയാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിലും ചെയ്തത്. എന്നിട്ട് പലസ്തീൻ ഭീകരർക്ക് വേണ്ടി ഇവിടെ മൂത്രക്കണ്ണീര്. ലോകം മുഴുവനും ഭീകരാക്രമണം കണ്ട് ഞെട്ടിയിരിക്കുക. ഇസ്ലാമിക ലോകം മാത്രം അത് ആഘോഷിക്കുന്നു. എന്തായാലും അവളെ ബലാത്സംഗം ചെയ്തത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടല്ലേ, കുഞ്ഞിന്റെ കഴുത്തറത്തത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടല്ലേ. നമ്മുടെ അല്ലാഹു ഇത്ര സന്തോഷിക്കുന്നുണ്ടാവുക അല്ലേ? ഇസ്ലാം അതുകൊണ്ടാണ് സമാധാനമായിട്ട് മാറുന്നത്. കാരുണ്യമാണ്, മാനവികതയാണ്. മറ്റെന്തെങ്കിലും തേങ്ങാക്കൊല ഉണ്ടെങ്കിൽ അതാണ്, ആനപ്പിണ്ടമാണ്, ഒക്കെയാണ്. നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുമ്പോൾ, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ, പാവങ്ങളായ പൈതലുകൾ എതിർക്കാൻ ശേഷിയില്ലാതെ അവരുടെയൊക്കെ തല നീട്ടിപ്പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുത്തെറിയുമ്പോൾ നിങ്ങളുടെ അല്ലാഹു സന്തോഷിക്കുന്നുണ്ടോ? അവനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കാരുണ്യവാനെങ്കിൽ അവന്റെ ഉള്ളിൽ എത്രമാത്രം നീചമാണ്, നിന്ദ്യമാണ്, നികൃഷ്ടമാണെന്ന് ചിന്തിച്ചു പോകുക. ഇസ്രായേലിനോട് ഹമാസ് ചെയ്ത ഈ ഭീകര ദൃശ്യങ്ങളുടെ സംഭവങ്ങളും വാർത്തകളും ഒക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ചില ചാനൽ ജഡ്ജിമാരുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മനിർവൃതിയാണ് ചില ചിന്തകന്മാരുടെയൊക്കെ മുഖത്ത് വിരിഞ്ഞത്.